2025 ഒരു പുതിയ നേഴ്സിംഗ് ബാച്ച് കൂടെ പഠിച്ചിറങ്ങി. ഇനിയിപ്പോൾ ഈ സ്റ്റുഡൻസിന് ഇവർക്ക് ഇനി അടുത്തത് എന്താ എന്നുള്ള ഒരു കൺഫ്യൂഷനാണ്. എല്ലാവർക്കും ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ എന്നുള്ളൊരു വളരെയധികം കൺഫ്യൂഷനുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ എടുക്കുന്ന ഡിസിഷനാണ് നമ്മുടെ കരിയർ, നമ്മുടെ ഫ്യൂച്ചർ എല്ലാം ഇപ്പോൾ നമ്മൾ എടുക്കുന്ന ഡിസിഷൻ അനുസരിച്ചാണ്. അപ്പോൾ അത് നമ്മൾ ക്ലെവറായിട്ട് എടുക്കാൻ നമ്മൾ തീരുമാനിക്കണം. അതിലൊരു നമ്മുടെ ഇപ്പോഴത്തെ ഡിസിഷൻ അനുസരിച്ച് ഒരു 90% ആൾക്കാരും പോവും. അപ്പോൾ 10% ആണ് അവരുടെ ആ ഡിസിഷൻ ഇത് മാറി ഒരു പുതിയ ഇതിലേക്കൊക്കെ വരുന്ന വളരെ റെയർ ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ നമുക്കതിന് കറക്റ്റായിട്ടുള്ള ഡിസിഷനൊക്കെ എടുക്കണ ഉള്ള ഒരു കപ്പാസിറ്റിയൊക്കെ നമുക്ക് വേണം. ഈ സമയത്ത് പല സ്ഥലങ്ങളിലേക്കുള്ള ഓപ്ഷൻസ് ഉണ്ട്, അതിന് പലതും ഇല്ല, പല രാജ്യങ്ങളിലേക്കുള്ള നിർത്തി. അപ്പോൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ മുമ്പോട്ട് നിൽക്കുന്നത് US, കാനഡ, ഓസ്ട്രേലിയ ഇങ്ങനെയുള്ള സ്ഥലങ്ങളാണ്. ബാക്കി UK, അയർലൻഡിലേക്കൊക്കെയുള്ള റിക്രൂട്ട്മെൻറ്റ് ഏകദേശം ഒരുപാടങ്ങ് നിന്നുപോയി. ഈ വർഷമൊക്കെ ഇന്ത്യയിൽ നിന്ന് ഒരുപാട് കുറവ് നേഴ്സസിനെയാണ് റിക്രൂട്ട് ചെയ്തിരിക്കുന്നത് പല രാജ്യങ്ങളിലേക്കായിട്ട്. അപ്പോൾ 2 വർഷം മുമ്പ് വരെയുള്ള നേഴ്സസ് ഓൾറെഡി ഉണ്ട്. ഇപ്പോൾ ഒരു പുതിയ ബാച്ച് പഠിച്ചിറങ്ങി, മംഗലാപുരത്തെയൊക്കെ ഒരു 6 മാസം മുമ്പ് റിസൾട്ട് വന്ന് അവർ പഠിച്ചിറങ്ങി. അങ്ങനെ ഇപ്പോൾ ഒരു നേഴ്സിംഗ്മാരുടെ ഒരു പൂള് ഇപ്പോൾ നമ്മുടെ കേരളത്തിലുണ്ട്. എല്ലാവരും ഏറ്റവും ഇപ്പോൾ ഒരു നല്ലൊരു ബെസ്റ്റ് ഓപ്ഷൻ കണ്ടുപിടിക്കാനുള്ള ടൈമാണിതിപ്പോൾ. ഈ സമയത്ത് മോസ്റ്റ് ഓഫ് ദ കാൻഡിഡേറ്റ്സ് അപ്രോച്ച് ചെയ്യുന്ന ഒരു കാര്യമാണ് എൻക്ലെക്സാറിൻ. എൻക്ലെക്സാറിനിലേക്ക് ഇറങ്ങാനായിട്ട് പഠിക്കാനായിട്ട് പലർക്കും ഒരു ഇൻഹിബിഷനുണ്ട്. കാരണം ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, പഠിക്കാൻ ജയിക്കില്ല, ഒരുപാട് ഫെയിൽ റേറ്റ്, സക്സസ് റേറ്റ് കുറവാണ്, ഫെയിലാകാൻ ചാൻസാണ്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡേ ടു ഡേ പലരിൽ നിന്ന് കേൾക്കുന്നു. കാരണം നമ്മളെല്ലാം ഇങ്ങനെ മറ്റുള്ളവരിൽ നിന്ന് ഗ്യാദർ ചെയ്യുന്നുണ്ട് ഇൻഫർമേഷൻസ്. അങ്ങനെയെല്ലാം വരുമ്പം ഇത് പഠിക്കണമെന്നുണ്ട്, പക്ഷേ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഇഷ്യൂസ് ഉള്ളവരുണ്ട്. ഇപ്പം നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കണേ തന്നെ ഒരുപാട് അക്കാഡമീസ് ഉണ്ട്. അപ്പോൾ ഈ പല അക്കാഡമി ഇപ്പോൾ എല്ലാവരും എൻക്ലെക്സാറും പഠിപ്പിക്കുന്നവരാണ്. അപ്പോൾ നമുക്കതിൻ്റെ ഒരു ക്വാളിറ്റി അറിയണമെന്നില്ല. പിന്നെ ഫീസ് വളരെ കുറച്ച് പഠിപ്പിക്കുന്നവരുണ്ട്, പിന്നെ പഴയതുപോലെ തന്നെ സാധാരണ ഫീസിൽ പഠിപ്പിച്ച് പോകുന്നവരും ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഉള്ള ആൾക്കാർക്കെല്ലാം ഭയങ്കര കൺഫ്യൂഷനാണ്. അത് മാത്രമല്ല ഇതെങ്ങനെയാണെന്ന് അറിയണം. പക്ഷേ നമ്മൾ ഒരിടത്ത് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അവിടുത്തെ ഫീസ് കൊടുക്കണം. പക്ഷേ നിങ്ങൾക്ക് അതിൻ്റെ ഇടയ്ക്ക് ഇട്ടിട്ട് പോകാനുള്ള ഓപ്ഷനോ അപ്പോൾ നിങ്ങളുടെ പൈസ പോവും. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് ഈ എൻക്ലെക്സാറിനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി, കാരണം എന്താണ് എൻക്ലെക്സാറിൻ്റെ സിലബസ് എന്താണ്, എന്തെല്ലാം കാര്യങ്ങൾ പഠിക്കണം, എത്ര മാസം കൊണ്ട് നമുക്കിത് പഠിക്കാൻ സാധിക്കും, ഇതിൻ്റെ എക്സാമിൻ്റെ പാറ്റേൺ എങ്ങനെയാണ്, ക്ലിനിക്കൽ ജഡ്ജ്മെൻറ്റ് ഉപയോഗിച്ച് ഒരു എക്സാമിന് റൈറ്റായിട്ട് ആൻസർ കണ്ടെത്തുന്നത് എങ്ങനെയാണ്, ഇങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ ക്വസ്റ്റ്യൻസിന് അല്ലെങ്കിൽ എൻക്ലെക്സാറും കഴിഞ്ഞ് എന്തെല്ലാം ഓപ്ഷൻസ് ഉണ്ട്, ഇങ്ങനെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും ഉണ്ട്. ഈ ക്വസ്റ്റ്യൻസിനെല്ലാം നമുക്കൊരു റിപ്ലൈ ആകും. എൻക്ലെക്സാറിനെല്ലാം നമുക്കൊന്ന് പരിചയമാകാൻ വേണ്ടി ഞങ്ങളൊരു സബ്സ്ക്രിപ്ഷൻ ബേസിൽ, അതായത് ഒരു മാസം 399 റുപ്പീസ്, 399 റുപ്പീസ് സബ്സ്ക്രിപ്ഷൻ ബേസിൽ എൻക്ലെക്സാറിൻ്റെ ക്ലാസ് ഇനീഷ്യേറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ അത് ലൈവ് ക്ലാസ്സസ് 4 ലൈവ് ക്ലാസ്സസ് മാക്സിമം വരും. അതിൻ്റെ അകത്ത് നമ്മുടെ ഇതിൻ്റെ ഫസ്റ്റ് എല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്യും. പിന്നെ ഇതെങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുന്നത്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളെല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും പറയുകയും എക്സ്പ്ലെയിൻ ചെയ്യുകയും ഒക്കെ ചെയ്യും. അതിനോടൊപ്പം തന്നെ ഒരു 5 റെക്കോർഡഡ് ക്ലാസ്സസും തരും. ആ റെക്കോർഡഡ് ക്ലാസ്സിൻ്റെ എല്ലാ അവസാനം ക്വസ്റ്റ്യൻ റിവ്യൂവും ക്വസ്റ്റ്യൻ അനലൈസിസും എല്ലാം കാണും. ഇങ്ങനെ ഒരു മാസത്തേക്ക് നിങ്ങൾക്ക് ഒന്ന് പരിചയപ്പെടാം എൻക്ലെക്സാറിന് എന്താണ്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുമെന്ന് കണ്ടാൽ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാം, പറ്റില്ല എന്ന് കണ്ടാൽ ഒരു മാസം കഴിഞ്ഞ് നിങ്ങൾക്ക് ഇത് ടെർമിനേറ്റ് ചെയ്ത് പോകാവുന്നതുമാണ്. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുവാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരു മാസം കഴിഞ്ഞ് പറ്റുമെങ്കിലും നിങ്ങളൊരു ബൾക്ക് ഓഫ് ആയിട്ട് അതിൻ്റെ ഫീസ് തരാതെ നിങ്ങൾക്ക് അതും മന്ത്ലി ബേസിൽ തരാവുന്നതാണ്. അപ്പോൾ ഓരോരുത്തരെയും കാലിബർ വ്യത്യാസമാണ്. എന്നുവെച്ചാൽ പഠിക്കാനുള്ള സമയത്തിനൊക്കെ വ്യത്യാസമുണ്ട്. ചിലർ സ്ലോ ലേണേഴ്സ് ഉണ്ട്, കുറച്ച് പയ്യെ സമയം എടുത്ത് പഠിക്കുന്നവരുണ്ട്. ചിലർക്ക് ഓൾറെഡി എല്ലാം അറിയാവുന്നതുകൊണ്ട് ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്യാൻ വേണ്ടി മാത്രം ആവശ്യമുള്ളവരുണ്ട്. അപ്പോൾ ഈ എല്ലാവരെയും നമ്മൾ ഈക്വലൈസ് ചെയ്യുന്നതും ഒരേപോലെ ഫീസ് വാങ്ങിച്ച് ഒരേ ടൈം ഫ്രെയിം കൊടുക്കുന്നതും നല്ലതല്ലാത്തത് കൊണ്ട് മന്ത്ലി ബേസിലാണ്. അതായത് വളരെ ഫാസ്റ്റായിട്ട് ലേൺ ചെയ്യുന്നവർക്ക് ഒരു 3 മാസം 4 മാസം മതി. അപ്പോൾ അത്ര ഉള്ള ഒരു എക്സ്പെൻസേ ഉള്ളൂ. അതൊരു 16-15 നിങ്ങൾക്ക് നിൽക്കും. അതായത് ഒരു മാസം 4000 രൂപയാണ്. അങ്ങനെ വരുമ്പോൾ 3019 അങ്ങനെ വരും. 4000 രൂപയാണ് വരുന്നത്. അപ്പം നമ്മൾ എത്ര ഫാസ്റ്റ് പഠിക്കുന്നോ അത്രയും വേഗം നിങ്ങൾക്കിത് നിർത്താവുന്നതാണ്. അല്ല, നിങ്ങൾക്ക് കുറേ ടൈം എടുത്താണ് പഠിക്കേണ്ടതെങ്കിൽ അവർക്ക് ഫീസ് കുറവാണ്, വളരെ കുറഞ്ഞ ഫീസിലാണ് വരുന്നത്. 1500 അങ്ങനെയൊക്കെ ഫീസിലാണ്. നിങ്ങൾക്ക് 1 വർഷം കൊണ്ട് ഓക്കെ. ഇപ്പം എക്സ്പീരിയൻസിനോടൊപ്പം ക്ലാസ് അറ്റൻഡ് ചെയ്ത് പോയി ചെറിയ സമയം എടുത്ത് പഠിക്കേണ്ടവർക്കാണെങ്കിൽ അങ്ങനെയും പഠിക്കാം. അപ്പോൾ അവർക്ക് വളരെ കുറച്ച് ഫീസാണ്. വളരെ ഫാസ്റ്റായിട്ട് ക്രാഷ് കോഴ്സ് പോലെയൊക്കെ പഠിക്കേണ്ടവർക്കാണെങ്കിൽ അവർക്ക് മാക്സിമം 4000 രൂപ വരെയാണ് ഒരു മാസത്തെ സബ്സ്ക്രിപ്ഷൻ വരുന്നത്. അങ്ങനെ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് പഠിക്കാവുന്നതാണ്. ഇതിൻ്റെ ഒരു ഗുണം എപ്പം നിങ്ങൾക്ക് നിർത്തണമെങ്കിലും നിർത്താം.
എത്ര കാലം വേണമെങ്കിലും കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ അതിൻ്റെ ചെറിയ ഫീസിലുള്ള ഒരു സിൽവർ പാക്കേജോ അങ്ങനെ എടുത്താൽ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്ത് പോവുകയും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഇനീഷ്യേറ്റീവ് ഞങ്ങൾ തുടങ്ങുന്നുണ്ട്. ഇതൊരു നിങ്ങൾക്ക് ആദ്യം ഒരു വാട്സപ്പ് ഗ്രൂപ്പിലാണ്. അപ്പോൾ ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഈ വീഡിയോയിൽ നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ എല്ലാം പിൻ ചെയ്യുന്നതാണ് കമൻസിൽ, അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഫർദർ ഗൈഡൻസും എല്ലാം ഞങ്ങൾ തരുന്നതാണ്.